കേരളത്തിലെ സിനിമാ നടന്മാരുടെ അമ്മമാരിൽ ഏറ്റവും അധികം ഭാഗ്യമുള്ളൊരു നടിയാണ് മല്ലിക ചേച്ചി. അപ്പോൾ ആ മല്ലിക ചേച്ചി ചില സമയത്ത് എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അത് സിനിമയിലായാലും പല ടി വി ഷോകളിലായാലും എല്ലാ കാര്യങ്ങളിലും നാച്ചുറലി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഇതും രസകരമായിട്ടാണ് പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സുകുമാരൻ്റെ ഓർമ്മനാൾ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ശരിക്ക് മല്ലിക ചേച്ചി ഒരു കോമഡിയാണ്. ആ കോമഡിക്ക് തുടക്കം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ 2 കോടി രൂപയുടെ ഒരു ലംബോദിനി കാറ് മേടിച്ചു. ആ കാറ് മേടിച്ചിട്ട് ഇവിടെ മൂപ്പർക്ക് എറണാകുളത്ത് ഓടിക്കാൻ പറ്റണ്ടായി. ഡ്രൈവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് വെട്ടും കുഴിയും ചാടും തേങ്ങയും വാങ്ങിയായിട്ട് വണ്ടി കാർ പുറത്തു നിന്ന് പുറത്തിറക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പോൾ മൂപ്പര് എന്നിട്ട് MLA-മാരോടും MP-മാരോടും അതുപോലെ തന്നെ മന്ത്രിമാരോടും പരാതി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ഞാൻ 2 കോടി രൂപ കൊടുത്ത് ഇത്രയും കാശ് ടാക്സും കൊടുത്ത് ഒരു വണ്ടി മേടിച്ചു. ആ വണ്ടി ഈ റോട്ടിൽ കൂടെ ഓടിക്കാൻ പറ്റുന്നില്ല. അത്രയധികം മോശമാണ് ഇത്തരം റോഡുകൾ. അതൊന്ന് ശരിയാക്കിയിട്ട് വേണം എൻ്റെ വണ്ടി എനിക്കൊന്ന് ഓടിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാവരും ഒരു കോമഡി ആയിട്ടാണ് കണ്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിക ചേച്ചി വളരെ സീരിയസ് ആയിട്ടാണ് പറയണത്. ഇത്രയും വിലപിടിപ്പുള്ള വണ്ടി മേടിച്ചിട്ട് അതിൽ യാത്ര പോകാൻ പറ്റില്ല വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതൊക്കെ കഴിഞ്ഞു. ആ തമാശയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ അവിടെ വെള്ളപ്പൊക്കം വരുന്നത്. വെള്ളപ്പൊക്കം വരുന്നതോട് കൂടിയിട്ട് എന്തുണ്ടായി, നമ്മുടെ ഈ മല്ലിക ചേച്ചിയുടെ വീടിൻ്റെ അടിഭാഗമൊക്കെ നിറഞ്ഞു വെള്ളമായി. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല. ഈ പറയുന്ന ലംബോദിനി 2 കോടി രൂപയുടെ കാറും മുങ്ങി. മൂപ്പരെ രക്ഷപ്പെടുത്താനായിട്ട് മൂപ്പര് എന്തുണ്ടായി, നമ്മുടെ ബിരിയാണിക്ക് വയ്ക്കുന്ന ചെമ്പിൽ മൂപ്പര് കയറിയിരുന്നു. ഒരു കുടയും കൈപിടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് കുറേ നമ്മുടെ ആൾക്കാരെല്ലാവരും ചുറ്റും പിടിച്ചിട്ട് ഏകലേസ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെള്ളത്തിലൂടെ കൊണ്ടുപോകാനൊരു സീനുണ്ട്. അത് വെച്ചിട്ട് കുറേ ആൾക്കാർ ട്രോളി. അപ്പോൾ മല്ലിക ചേച്ചിക്ക് അതൊക്കെ വളരെ രസകരമായിട്ടാണ് മല്ലിക ചേച്ചി കാണുന്നത്. നമ്മളൊന്ന് ചിന്തിക്കുന്ന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സുകുമാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പച്ച മനുഷ്യനാണ്. പച്ച മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ആളേതായുള്ള ഒരു സ്റ്റൈലുണ്ട്. ഒരു മദ്യപിക്കുകയോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുകയോ അനാവശ്യമായി ദൂർത്തടിച്ച് കാശ് കളയോ ഒന്നും ചെയ്യില്ല. ഏത് പ്രൊഡ്യൂസറെ മുഖത്ത് നോക്കിയിട്ടായാലും ചെക്കും കാര്യങ്ങളൊന്നും മേടിക്കില്ല. കാശ് കണക്ക് പറഞ്ഞ് മേടിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചിട്ട് ആളെന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ആൾക്ക് കല്യാണ മണ്ഡപമുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ആളുണ്ടാക്കിയിട്ടുണ്ടെന്ന്. മല്ലിക ചേച്ചിക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സമ്പാദ്യം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് നമ്മുടെ സുകുമാരൻ ചേട്ടൻ മരിച്ചത്. മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടമാണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 49-ാം വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്, അറ്റാക്ക് വന്നിട്ട്. അന്ന് ഈ പൃഥ്വിരാജും ഇവരൊക്കെ വളരെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിലും കാശൊക്കെ സമ്പാദിച്ചു കൊടുത്താലും സുകുമാരൻ ചേട്ടൻ്റെ നഷ്ടം ഒരു നഷ്ടം തന്നെയല്ലേ. ഞാൻ ഈ സുകുമാരനെ കണ്ടിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂർ മൂപ്പര ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ചാകരയുടെ ഷൂട്ടിങ്. അന്നാണ് സുകുമാരൻ്റെ ചേട്ടൻ്റെ കൂടെ ഈ മല്ലിക ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് വന്നപ്പോൾ സുകുമാരൻ താമസിക്കുന്നത് AC റൂമിൽ. ആ പടത്തിൽ തന്നെ ജയൻ നായകനാണ്. ജയൻ താമസിക്കുന്നത് AC ഇല്ലാത്തൊരു റൂമിൽ. ഇങ്ങനെ സൂട്ട് റൂം പോലെയുള്ള സൂട്ട് റൂമിലാണ് താമസിക്കുന്നത്. അത്രയും പേര് അന്ന് സുകുമാരനാണ്, ജയനല്ല അന്ന് പേര്. ഇനി ചാകരയൊക്കെ ഒരു 2 പേരും ഒപ്പത്തിൽ നിൽക്കുന്ന കഥാപാത്രമാണ്. അപ്പോൾ നമുക്കൊരാഗ്രഹം സുകുമാരൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളത്. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണില്ല, മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ക്യാമറ വേണമെങ്കിൽ വലിയ കാശാണ്. അങ്ങനെ സ്റ്റുഡിയോയിൽ നിന്ന് ഇന്ത്യൻ ഫോട്ടോ ഹൗസിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് മൂപ്പര് ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് സമ്മതം ചോദിച്ച് ചെല്ലണത്. അപ്പോൾ മല്ലിക ചേച്ചി പറഞ്ഞു, അതേ ആ പിള്ളേർ വന്നിട്ട് കുറേ നേരമായിരുന്നു, നമ്മുടെ കൂടെ വേറെ പിള്ളേരുണ്ട്, അത് ഒന്ന് പോയി വന്ന് ഫോട്ടോയിൽ നിൽക്ക് എന്ന് പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ ഒരു സൈഡിലേക്കാണ്ട് തട്ടിയിട്ടിട്ട് മൂപ്പര് ഒരു ദുബായ് അന്നത്തെ കാലത്തെ ഫേമസ് മുണ്ട്, ഒരു ദുബായ് മുണ്ട്, നല്ല ഓർമ്മയുണ്ട്. ആ മുണ്ട് എടുത്തങ്ങോട്ട് വന്നു. അപ്പോൾ മല്ലിക ചേച്ചി നിങ്ങൾ ഷർട്ട് ഇടുന്നില്ലേ, ഇതൊക്കെ മതിയെന്നേ, എന്തിനൊരു ഫോട്ടോ അല്ലേ എന്ന് പറഞ്ഞു. അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് മല്ലിക ചേച്ചി ഒരു ഷർട്ട് എടുത്തുകൊണ്ട് കൊടുത്തു. അതെടുത്ത് മൂപ്പര് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. പോണ നേരത്ത് മല്ലിക ചേച്ചി പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് സുകുമാരൻ ഓരോ ഫോട്ടോ ഞാൻ വേറെ തരാട്ടാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അട്ടി ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആരാധകർക്ക് കൊടുക്കാറുള്ളതാണ്. അതിൽ നിന്ന് എല്ലാ ഫോട്ടോ നമുക്ക് തന്നു. നമുക്ക് വന്നാൽ അറിയാം, ഈ മുടിയൊക്കെ സൈഡ് ചേരിച്ച് സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഒരു ഫോട്ടോ അതും മേടിച്ച് പോകുന്നത്. അങ്ങനെ ഒരു പരിചയം മാത്രം നമുക്കുള്ളൂ. പിന്നെ സുകുമാരൻ നമ്മൾ കണ്ടിട്ടില്ല, അന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ജയനും അന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അത്രയും കഴിവറ്റ നടനാണ്. അപ്പോൾ ആ നടൻ ഇഷ്ടം പോലെ കാശും കാര്യങ്ങളൊക്കെ സമ്പാദിച്ചു കൊടുത്ത്, അതുപോലെ തന്നെ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ആൾ കാസർഗോഡ് കോളേജിലെ മാഷായിരുന്നു.
ആ ജോലി ഉപേക്ഷിച്ചാണ് മൂപ്പര് സിനിമയിൽ വരുന്നത്. സുകുമാരൻ എന്നും മലയാളികൾക്ക് ഒരു വികാരം തന്നെയാണ്. അതുപോലെ ഒരു പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഇത്രയും ഫേമസും ഇത്രയും പേരെടുത്ത സംവിധാനം വരെ ചെയ്തു തുടങ്ങി. പക്ഷെ അത് കാണാനുള്ള യോഗം നമ്മുടെ സുകുമാരനുണ്ടായില്ല. അതാണ് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത്. അപ്പോൾ സുകുമാരൻ ചേട്ടനും മല്ലിക ചേച്ചിയും എന്തും തുറന്ന് പറയാനും അതുപോലെ തന്നെ എന്തും നമ്മൾ ആൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്താ തോന്നുകയെന്നൊന്നും ഒരു കൂസലും ഇല്ലാണ്ട് സുകുമാരനും സംസാരിക്കും, അതേപോലെ തന്നെ മല്ലിക ചേച്ചിയും സംസാരിക്കും. മുഖത്ത് നോക്കി സംസാരം പറയും. അതിനിപ്പോൾ എന്ത് ദോഷം വന്നാലും നല്ലത് വന്നാലും. പക്ഷെ ഇവർ രണ്ടുപേരും എങ്ങനെ നമ്മളോട് വിഷമത്തിലോ ദുഃഖത്തിലോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ തന്നെ സിനിമാ ഫീൽഡിൽ ആർക്കും ഒരു വിഷമവും. അതുപോലെ തന്നെ അവർക്ക് മക്കൾക്ക് രണ്ട് നല്ല മരുമക്കളെ കിട്ടി, അതും മല്ലിക ചേച്ചിയുടെ ഭാഗ്യമല്ലേ. പേരക്കുട്ടികളെ കിട്ടി, അതും മല്ലിക ചേച്ചിയുടെ ഭാഗ്യമല്ലേ. ഇതൊക്കെ കാണാനായിട്ട് മല്ലിക ചേച്ചി ഇപ്പോഴും ഇരിക്കുന്നു. നമ്മുടെ പൃഥ്വിരാജാഞ്ച കോടികൾ സമ്പാദിച്ച് കൂട്ടണം. ഇപ്പോൾ തൃശ്ശൂർ തന്നെ പൃഥ്വിരാജിനൊരു തിയേറ്ററുണ്ട്, ഗുരുവായൂർ ജയശ്രീ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഇപ്പോൾ ആദ്യമൊക്കെ ഒരു വളരെ മോശം തിയേറ്ററാണ്. ഇപ്പോഴൊക്കെ ലക്ഷങ്ങളും കോടികളും ചെലവ് ചെയ്ത് ആ തിയേറ്ററൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സുകുമാരൻ ചേട്ടൻ്റെ അതേ സ്വഭാവം തന്നെയാണ് മക്കൾക്ക്. ഇവർ രണ്ടു പേരിൽ ആരാണ് ഏറ്റവും നല്ല നടൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇന്ദ്രജിത്താണെന്നുള്ളത്. സുകുമാരൻ്റെ ഏകദേശം മുഖഭാവങ്ങളും ഇതെവിടെ ഒരു വെട്ടും അതുപോലെ ഡയലോഗിലും അഭിനയത്തിലും എല്ലാം ഒത്തിണങ്ങിയിട്ടുള്ളതാണ് ഇന്ദ്രജിത്ത്. പക്ഷെ ഭാഗ്യം കിട്ടിയത് നമ്മുടെ പൃഥ്വിരാജനാണ്. അത് ചില നക്ഷത്രത്തിൻ്റെയും ജനനത്തിൻ്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ബുദ്ധിയുള്ള വ്യക്തിയാണ് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇതുപോലെ കയറുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ചേട്ടന് നല്ല റോളുകളൊക്കെ കിട്ടി കഴിഞ്ഞാൽ മൂപ്പരെ സ്വന്തം ഡയറക്ടറിൻ്റെ പടത്തിലായാലും മറ്റുള്ള പടങ്ങളായാലും ചാൻസുകൾ കൊടുക്കുന്നുണ്ട്. ഇന്ദ്രജിത്തും നല്ല രീതിയിൽ പടങ്ങളൊക്കെ നായകനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും മലയാള സിനിമയിലെ ഒരു വലിയൊരു തറവാട്ടമ്മ ഇനി നമുക്ക് കുറേ ആൾക്കാർ മരിച്ചുപോയി, മരിക്കാത്തവരിലുള്ളതിൽ ഏറ്റവും വലിയൊരു തറവാട്ടമ്മ എന്ന് പറയുന്നത് മല്ലിക ചേച്ചിന്. അപ്പോൾ ഇങ്ങനെയുള്ള കോമഡികളൊക്കെ പറയായാലും നമ്മുടെ മല്ലിക ചേച്ചി ഒരു ഭാഗ്യം ചെയ്ത അമ്മേനെ ഒരു ഗുഡ് സല്യൂട്ട് കൊടുക്കാം നമുക്ക്. മല്ലിക ചേച്ചിയുടെ ഈ തമാശകൾ ഇവിടെ മാത്രമല്ല തമിഴ്നാട്ടിൽ വരെ ഫേമസാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. തമിഴ്നാട്ടിൽ മല്ലിക ചേച്ചിനെ ട്രോളുന്ന ഒരു വലിയൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ആണ് തോന്നുന്നുണ്ട്. അതൊന്നും നമുക്കൊന്ന് കാണാം. അത് കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കും. பிருத்திவிராஜன் ஒரு நடிகர் இருக்கிறாருங்க, இந்த மொழி படத்துல கூட ஜோதிகாவுக்கு ஜோடியா இருப்பார், நல்லா அழகா இருப்பார் சகப்பா. அவருடைய அம்மா, அவங்க பாரம்பரியமாவே பணக்காரங்க போல, அவங்க அம்மா அந்த நடிகருடைய அம்மா லம்போகினின்னு ஒரு கார் வாங்கியிருக்காங்க. அந்த காருடைய ரேட்டு 1.25 கோடியாம். லம்போகினிங்கிற அந்த காரை வாங்கி கேரளால ஓட்டி பார்த்திருக்காங்க. அந்த ரோட்ல அது ஓட்டுறது சிரமமா இருந்திருக்கு. ஏன்னா அந்த மாதிரி விலை உயர்ந்த காரெல்லாம் வெளிநாட்டுல ஓட்டுறதுக்கு தான் நல்லா இருக்கும், நம்ம ஊர் ரோடெல்லாம் சரியா இருக்காது. உடனே அந்த அம்மா என்ன பண்ணிருக்காங்க, எம்எல்ஏ எம்பிட்ட எல்லாம் போய் கம்ப்ளைண்ட் பண்ணிருக்காங்க. என்ன ரோடு வச்சிருக்க நீ, 1.25 கோடிக்கு நான் கார் வாங்கிட்டு வந்திருக்கேன், அதை ஓட்ட முடியல, ரோடெல்லாம் ஒழுங்கா போடு அப்படின்னு கம்ப்ளைண்ட் பண்ணிட்டு வீட்டுக்கு வந்துட்டாங்க. 2 மாசம் கழிச்சு வெள்ளம் வந்துருச்சு. வந்த வெள்ளத்துக்கு லம்போகினி தெரியுமா, டிவிஎஸ் 50 தெரியுமா, ஓட்ட சைக்கிள் தெரியுமா, அது எல்லாத்தையும் வாரி சுருட்டி அள்ளி கொண்டு போயிடுச்சு. 1.5 கோடி ரூபா காரும் போச்சு, பைக் போச்சு, எல்லாமே போயிருச்சு. இப்போ இந்த அம்மா அந்த வெள்ளத்துல எப்படி வெளியில வந்தாங்க தெரியுமா? வாட்ஸ்அப்ல நிறைய பேர் பார்த்திருப்பீங்க. நம்ம ஊர்ல இந்த ஆடி மாசம் மாரியம்மன் கோயில்ல கூழ் காய்ச்சுவாங்கல்ல, இந்த ரம்ஜானுக்குலாம் பிரியாணி செய்வாங்க பாருங்க, பாய் வீட்டுல ஒரு பெரிய அண்டா, அந்த அண்டாவை வச்சு அந்த அம்மாவை அண்டாவுக்குள்ள உட்கார வச்சு அது ஒரு கொடையை பிடிச்சிட்டு இப்படியே உட்காந்துருக்கு அண்டாவுக்குள்ள. யாரு 1.25 கோடி கார் வாங்கி ரோடு சரியில்லைன்னு கம்ப்ளைண்ட் பண்ண அம்மா அண்டாவுக்குள்ள உட்காந்துட்டு வருது. எல்லாரும் ஐலேசான அந்த அம்மாவை தூக்கிட்டு வர்றேன். அப்போ ஒரு நெருக்கடி காலம் வரும்போதுதான், ஒரு இயற்கையின் சீற்றம் வரும்போதுதான் நம்மிடம் இருக்கிற பணம் ஒன்றும் செய்ய முடியாது, சுற்றி இருக்கிற உறவும் நட்பும் மட்டும் தான் நிலைத்திருக்கும் என்கின்ற உண்மையை அது விளக்கி കേട്ടില്ലേ? അപ്പോൾ അന്ന് വെള്ളപ്പൊക്കം വന്നപ്പോൾ വെള്ളപ്പൊക്കം വരാനുള്ള കാരണം മല്ലിക ചേച്ചി കണ്ടെത്തിയിട്ട് പറഞ്ഞു ആ കനാലിലൊക്കെ ബ്ലോക്കായി കിടക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് പോയി പരാതി കൊടുത്തു. മുഖ്യമന്ത്രി എന്തുണ്ടായി, ഇനി വെള്ളപ്പൊക്കം മല്ലിക ചേച്ചിയുടെ വീട്ടിലേക്ക് കയറില്ല എന്ന് പറഞ്ഞിട്ട് ആ കനാലൊക്കെ വൃത്തിയാക്കി. അതിനുശേഷം അവിടെ വെള്ളം കയറിയിട്ടില്ല. അങ്ങനെ വേണം. അപ്പോൾ നമുക്ക്